ക്രിസ്തുവിലെല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ഈ വീഡിയോയിലൂടെ എന്നെ കാണുന്ന, ഈ യൂട്യൂബിലൂടെ എന്നെ കാണുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഈ ലൈവിലൂടെ എന്നെ കാണുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളെ സ്പർശിക്കട്ടെ. ഒരു പ്രകാശനം, ഒരു ഇൻസൈറ്റ് ഓപ്പണാകാൻ ഇത് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. നമുക്ക് ഒരു വാക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് ഈ ലൈവ് കാണുമ്പോൾ തന്നെ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച്, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരങ്ങനെ പ്രാർത്ഥിക്കുക. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിലൂടെ എന്നെ കാണുന്ന എല്ലാ ദൈവജനത്തെയും ഞാൻ അവിടെ നിന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും കേൾക്കാനുള്ള ആഗ്രഹത്തിൽ ഞങ്ങളായിരിക്കുന്നു. പ്രാർത്ഥന, ഒരു മനുഷ്യൻ ദൈവത്തോട് സംസാരിക്കുന്നതാണെങ്കിൽ ദൈവം സംസാരിക്കുന്നത് തിരുവചനത്തിലൂടെയാണല്ലോ. എന്നീ വചനത്തിലൂടെ കർത്താവ് ഞങ്ങളോട് അവിടെ നിന്ന് സംസാരിക്കണം. ദൈവത്തിനെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ തുറന്നു തരാൻ അവിടെ നിന്ന് സഹായിക്കണം. ഞാൻ ആത്മാവിൻ്റെ ഒരു പകർച്ച ഇത് കേൾക്കുന്ന എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾക്കുന്ന വചനത്തെ ഗ്രഹിപ്പാൻ ആവശ്യമാകുന്ന ജ്ഞാനത്തെ കർത്താവേ, നീ തന്നെ അവിടെ നിന്ന് തുറന്നു തരണം. വചനം ദൈവത്തിൻ്റേതാണ്, അതുകൊണ്ട് തന്നെ വചനം ഗ്രഹിപ്പാൻ ആവശ്യമാകുന്ന ജ്ഞാനവും കർത്താവേ നീ തുറക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്കതിനെ ഗ്രഹിപ്പാൻ പറ്റില്ല. ആ ജ്ഞാനത്തെ അവിടെ നിന്ന് തുറന്നു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും ഒരിക്കൽ കൂടെ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന സബ്ജക്റ്റ് പേരുകളുടെ പ്രാധാന്യം എന്താണ്. ഈ ബൈബിളിനകത്തും ഈ നമ്മളൊട്ടും പ്രാധാന്യം കൊടുക്കാത്തതും എന്നാൽ തിരുവചനം പ്രാധാന്യം കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പേരുകളെന്ന് പറയുന്നത്. നമ്മൾ വലിയ രീതിക്കുള്ള പ്രാധാന്യങ്ങൾ പേരുകൾക്ക് കൊടുക്കാറില്ല, പക്ഷെ പേരിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ ഏതെങ്കിലും പ്രഗ്നൻ്റ് ആയിട്ടുള്ള സഹോദരിമാർ, ലേഡീസ്, ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞൊരു ജനറേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, നിങ്ങൾക്ക് ഇന്നത്തെ മെസ്സേജ് ഒരു വലിയ ബ്ലെസ്സിങ് ആയിരിക്കും. പ്രധാനമായിട്ടും അതിൻ്റെ കാരണം, നമ്മുടെ വീടിനകത്തൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ബൈബിളിൽ നിന്നും പേരെടുത്ത് ഇടുന്നവരുണ്ട്. ഒരു വാക്കിൻ്റെ പല അർത്ഥങ്ങൾ തപ്പി നല്ല അർത്ഥങ്ങളുള്ള പേരിടുന്നവരുണ്ട്. അതല്ലാതെ ഈ ഫാദറിൻ്റെ ആദ്യത്തെ ലെറ്ററും മദറിൻ്റെ ആദ്യത്തെ ലെറ്ററും ചേർത്ത് നോർമലി പേരിടുന്നവരുണ്ട്. പക്ഷേ ഈ പേരിടുമ്പോൾ അതിന് വളരെയധികം പ്രാർത്ഥിച്ചും വളരെ അർത്ഥമുള്ളതും ആയിട്ടുള്ള പേരുകളിടണം. ഞാൻ അതിന് ബൈബിളിനകത്ത് പേരുകളുടെ പ്രാധാന്യം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നു. ഈ പേരിന് പ്രാധാന്യമുണ്ടാകാൻ കാര്യം, ഒന്നാമത്തെ കാര്യം, ഒരു മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, അവൻ്റെ അടിസ്ഥാനപരമായ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് പേരാണ്, നെയിം. ഒരു പേര് വലിയ രീതിയിൽ പോപ്പുലാരിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഫേമസ് ആയാൽ, ആ പേരുള്ള എല്ലാവരെയും അത് ബാധിക്കുന്നത് പോലെ, ഒരു പേര് ഒരു നെഗറ്റീവ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ
ആ നെഗറ്റീവ് സൈഡുള്ള പേര് ആ പേരുള്ള എല്ലാവരെയും ബാധിക്കുന്നത് പോലെ നെയ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏതൊരു വസ്തുവിലും ഏതൊരു വ്യക്തിയിലും എന്തിലും അതിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായ ഐഡൻറ്റിറ്റി പേരാണ്. ബൈബിളിനകത്ത് ഇതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും. ഒന്നാമത്തെ കാര്യം, പേര് ഐഡൻറ്റിറ്റിയാണ്. 2, ഒരു മനുഷ്യൻ്റെ അവനെ നോക്കി ഏറ്റവും അധികം അവൻ്റെ ജനനം മുതൽ മരണം വരെ ഏറ്റവും അധികം ഒരു മനുഷ്യനെ നോക്കി വിളിക്കുന്നത് അവൻ്റെ പേരാണ്. യാക്കോബിൻ്റെ ലേഖനം പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 3-ാമത്തെ അധ്യായം മുതൽ ഈ നാവിൻ്റെ പ്രാധാന്യം, ഈ വാക്കുകളുടെ പ്രാധാന്യം, അതിനെപ്പറ്റി വളരെ വിശദമായി യാക്കോബ് തൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. നാവ് ഉപയോഗിച്ച് ഈ ശരീരം മുഴുവൻ നമുക്ക് ഈ നിയന്ത്രിക്കാൻ പറ്റിയാലും നാവ് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. നാവ് ഒരു വലിയ നരകം ഉണ്ടാക്കാൻ തന്നെ ശക്തിയുള്ള ഒന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ്, നരകം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നാവ് കൊണ്ട് സ്വർഗം ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഈ നാവിന് ഭയങ്കര ശക്തിയുണ്ട്. അപ്പം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റഡ് ആകാനും അത് സംഭവിക്കാനും ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പം ഒരാളെ നോക്കി ഒരാളെ പേര് വിളിക്കുമ്പം നാവി കൊണ്ടാണ് വിളിക്കുന്നത്. ഒരാളിങ്ങനെ വിളിച്ച് 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 എന്താണോ വിളിക്കുന്നത് ആ വിളിക്കുന്നത് അവനിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പേരുകൾക്ക് പ്രാധാന്യമുണ്ട്. 2 കാര്യങ്ങളൊന്ന്, പേര് ഒരു മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റിയാണ്. 2, പേരുകളാണ് കൂടുതൽ ഒരാൾ കേൾക്കുന്നത്. ഒരാളെ നോക്കി വിളിക്കുന്നത് കൂടുതൽ പേരുകളാണ്. നാവിന് ശക്തി ഉള്ളതുകൊണ്ട് ഈ വിളിക്കുന്ന പേരുകൾ എന്താണോ പേരിൻ്റെ അർത്ഥം അത് ആ മനുഷ്യനിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ബൈബിളിൽ നിന്ന് അതിൻ്റെ കുറച്ച് തെളിവുകൾ ഞാൻ തരാം. ഇത് എല്ലാ വാക്യങ്ങളും ഈ വാക്യം എടുത്ത് വിശദീകരിക്കാൻ ഒരുപാടുള്ളത് കൊണ്ട് 1-2 വാക്യങ്ങൾ വെച്ച് ഞാനിത് പറയാൻ താല്പര്യപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് 6 ദിവസം കൊണ്ട് ഈ കാണുന്ന പ്രപഞ്ചത്തെ ദൈവമുണ്ടാക്കി. 6-ാമത്തെ ദിവസം ദൈവം തൻ്റെ വിരലുകൾ കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. മനുഷ്യനെ ഉണ്ടാക്കിയതിന് ശേഷം ദൈവം ഉണ്ടാക്കിയ സകലത്തിനെയും പേരിടാൻ ദൈവം നിയോഗിച്ചത് മനുഷ്യനെയാണ്. ഇത് മുഴുവൻ സൃഷ്ടിച്ചതാരാണ്? സർവശക്തനായ ദൈവം. പക്ഷെ പേരിടാൻ നിയോഗിച്ചതാരെയാണ്? മനുഷ്യനെയാണ്. അവിടെ പറയുന്ന വാക്കിങ്ങനാണ്, അവർ ഇട്ടത് അതിന് പേരായി. ഈ ഭൂമിയെ മുഴുവൻ ഭരിക്കാനുള്ള വാഴാനുള്ള അധികാരം കൊടുത്തത് മനുഷ്യനെയാണ്. അതുകൊണ്ട് തന്നെ പേരിടാനുള്ള അവകാശവും ആർക്ക് കൊടുത്തു? മനുഷ്യന് കൊടുത്തു. ബൈബിളിൽ ഈ പേരുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാക്യങ്ങളുണ്ട്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെ തീപ്പൊയ്കയിൽ തള്ളിയിടും, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ച യഹോവയാകുന്നു. പേരുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാക്യങ്ങൾ. നമ്മുടെ കർത്താവ് പേര് വിളിക്കുന്ന ദൈവമാണ്. സക്കായിയുടെ പേര് അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വിളിച്ചു. അവൻ പേരെഴുതുന്ന ദൈവമാണ്. അവൻ പേര് സൂക്ഷിക്കുന്ന ദൈവമാണ്. പേരുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാക്യങ്ങൾ ബൈബിളിനകത്തുണ്ട്. ഞാനതൊന്നും എടുത്ത് വിശദീകരിക്കുന്നില്ല. പ്രധാനപ്പെട്ട 2 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. ഒരു മനുഷ്യനെ നോക്കി എന്താണോ വിളിക്കുന്നത്, പേരെന്താണോ അതാണ് അവൻ്റെ ലൈഫിൽ മാനിഫെസ്റ്റഡ് ആകുന്നത്. കർത്താവ് ഒരാളോടൊരു വാഗ്ദത്തം പറഞ്ഞു. ആ വാഗ്ദത്തവും അവൻ്റെ പേരും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. വാഗ്ദത്തങ്ങൾക്ക് ചേരാത്ത പേരാണ് മനുഷ്യനുള്ളതെങ്കിൽ ആ വാഗ്ദത്തങ്ങളിലേക്ക് കയറി ചെന്നതിനെ പ്രാപിക്കാൻ ഈ പേര് പല സ്ഥലങ്ങളിലും ഒരു തടസ്സമായി ബൈബിളിൽ കാണാൻ പറ്റും. കർത്താവ് പല ആളുകളുടെ പേര് ബൈബിളിൽ മാറ്റിയിട്ടുണ്ട്. അബ്രഹാമിൻ്റെ പേര് അബ്രഹാമാക്കി.
സാറായുടെ പേര് സാറാ ആക്കി. ഉൽപ്പത്തി പുസ്തകം 29-30 അധ്യായങ്ങളിൽ ഈ യാക്കോബിന് ഈ ലേയയുടെ ദാസി റാഹേലിൻ്റെ ദാസി, ഇവരിൽ നിന്നെല്ലാം മക്കളുണ്ടാകുമ്പോൾ അവിടെ എല്ലാം ഓരോ മക്കൾ ജനിക്കുമ്പോൾ ഇന്ന കാരണം കൊണ്ട് ഇവൻ എന്നെ പേരിടുന്നു, ഭർത്താവിന് എന്നോട് സ്നേഹം തോന്നും, അതുകൊണ്ട് രൂപേൻ എന്ന് പേരാകുന്നു, ഞാൻ യുദ്ധം പോരാടി ജയിച്ചിരിക്കുന്നു. അന്ന് ഈ ഓരോ കാരണങ്ങൾ പറഞ്ഞാണ് പേരിടുന്നത്. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 29 അധ്യായവും 30 അധ്യായവും വായിക്കുമ്പോൾ വിശദമായിട്ട് അതിനെപ്പറ്റി കാണാം. അത് അധ്യായം മുഴുവൻ ഈ പേരിടൽ ശുശ്രൂഷകളായതുകൊണ്ട് ഞാനിത് ഫുള്ള് പറയുന്നില്ല. ഞാൻ റെഫറൻസ് അധ്യായം പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 29-30 അധ്യായങ്ങൾ. അബ്രഹാമിൻ്റെ പേര് അബ്രഹാം എന്നാകുന്നു. ഉൽപ്പത്തി പുസ്തകം 17 അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു. 17 അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണു. ദൈവം അവനോട് അരുളി ചെയ്തതെന്തെന്നാൽ, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. 5 വാക്യം, ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കയാൽ നിന്റെ പേർ അബ്രഹാം എന്നായിരിക്കണം. കവിണ്ണ് വീണപ്പോൾ പേര് അബ്രാം എന്നാണ്. അബ്രാമിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. അബ്രാമിനോട് ദൈവം സംസാരിക്കും. അബ്രാമിനോട് ദൈവം വാഗ്ദത്തം കൊടുക്കും. പക്ഷെ ആ വാഗ്ദത്തം നിവർത്തിയാകണമെങ്കിൽ അബ്രാം എന്നുള്ള പേര് ചേഞ്ച് ആകണം. ദൈവത്തോട് സംസാരിക്കാൻ പേര് മാറ്റണ്ട, ദൈവശബ്ദം കേൾക്കാൻ പേര് മാറ്റണ്ട, ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിക്കാൻ പേര് മാറ്റണ്ട. പക്ഷെ വാഗ്ദത്തം നിവർത്തിയാകാൻ പേര് മാറ്റണം. അബ്രാം എന്ന വാക്കിൻ്റെ അർത്ഥം മഹാനായ പിതാവ്, ശ്രേഷ്ഠ പിതാവ് എന്നൊക്കെയാണ് അബ്രാം എന്ന വാക്കിൻ്റെ അർത്ഥം. അബ്രഹാം എന്ന വാക്കിൻ്റെ അർത്ഥം ബഹുജാതികളുടെ പിതാവ്. അബ്രഹാമിനോട് ദൈവം പറയുന്ന വാഗ്ദത്തം, ഞാൻ നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഭൂമിയിലെ മണൽത്തരികളെ പോലെ സന്തതികൾ തരുമെന്നാണ്. ബഹുജാതികളുടെ പിതാവാകും. ബഹുജാതികളുടെ പിതാവാകണമെങ്കിൽ അബ്രഹാമിൻ്റെ പേര് അബ്രാമേ, നീ മഹാനായ പിതാവ് എന്നുള്ള പേരിൽ നിന്നും ബഹുജാതികളുടെ പിതാവ് എന്ന പേരിലേക്ക് മാറിയേ പറ്റൂ. ഹല്ലേലൂയ. സാറായി എന്ന വാക്കിൻ്റെ അർത്ഥം രാജകുമാരി എന്നാണ്. സാറ എന്ന വാക്കിൻ്റെ അർത്ഥം ബഹുജാതികൾക്ക് മാതാവായ രാജകുമാരി. അപ്പോൾ സാറ എന്ന വാക്കിൻ്റെ അർത്ഥം രാജകുമാരി എന്നാണ്. പക്ഷെ വാഗ്ദത്തം കിടക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ അമ്മയാകുമെന്നുള്ളതല്ല. ഈ ഭൂലോകത്തിൻ്റെ സകല അബ്രാമ്യ സന്തതികൾക്കും മാതാവായിരിക്കുമെന്നുള്ള വാഗ്ദത്തങ്ങളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ രാജകുമാരി എന്ന പേര് പോരാ, ബഹുജാതികളുടെ മാതാവാകുന്ന രാജകുമാരി എന്ന പേരായിരിക്കണം. അപ്പോൾ പേരുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഈ വീഡിയോ കാണുന്ന എന്നെ ശ്രദ്ധിക്കുന്നവർ, നിങ്ങളുടെ വീടിനകത്തൊരു ജനറേഷൻ്റെ ജനനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ കൺസീവാണ്, ഒരു കുഞ്ഞിനെ ഉള്ളിൽ ക്യാരി ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉള്ളവരെന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ജനിക്കുന്ന മക്കൾക്ക് വലുപ്പമുള്ള പേരിടണം. വാഗ്ദത്തങ്ങളെ വഹിക്കാൻ പറ്റുന്ന വലുപ്പമുള്ള പേരിടണം. ഒരുപാട് പേരുടെ പേരുകൾ മാറ്റുന്നുണ്ട്. ഞാൻ 1-2 പേരുടെ പേരുകൾ മാത്രമാണ് ഞാൻ തൊടുന്നത്. നിങ്ങൾക്കിത് പഠന വിധേയമാക്കിയാൽ ഇതേ സത്യങ്ങളിലേക്ക് നിങ്ങൾക്കും എത്തിച്ചേരാനായിട്ട് പറ്റും. അടുത്തത് യാക്കോബാണ്. യാക്കോബിന് 2 മക്കളുണ്ടാകുന്നുണ്ട്. യാക്കോബിൻ്റെ 2 മക്കൾ, ഐസക്, അബ്രഹാമിൻ്റെ മകൻ ഐസക്കിന് 2 മക്കളുണ്ടാകുന്നുണ്ടെന്ന് യാക്കോബ്, 2 യേശാവ്.
യേശാവും യാക്കോബും ജനിക്കുന്ന സമയത്ത് അമ്മയുടെ ഉദരത്തിൽ നിന്നും രണ്ടുപേരും ഒരുമിച്ചാണ് പുറത്തു വരുന്നത്. ആദ്യം വരുന്നത് യേശാവാണ്. യേശാവ് എന്ന പേരിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്. ആ പേര് ഏദോം എന്നാണ്. ഏദോം, യേശാവ്, ഈ രണ്ട് പേരുകൾ യേശാവിനുണ്ട്. യേശാവ് എന്ന പേരിൻ്റെ രണ്ടർത്ഥം: ഒന്ന് രോമമുള്ളവൻ, രണ്ട് ചുവന്നവൻ. രണ്ടാമത്തെ മകൻ യാക്കോബാണ്. യാക്കോബ് എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യാക്കോബ് എന്ന വാക്കിൻ്റെ അർത്ഥം യാത്ത് അഖൂബ് എന്നാണ്, കൈകൊണ്ട് കാല് പിടിച്ചവൻ. പേരെന്താണോ അതാണ് ലൈഫിൽ സംഭവിക്കുന്നത്. യേശാവ് ജനിച്ചു. ആദ്യം യാക്കോബ് ജ്യേഷ്ഠാവകാശം തട്ടിയെടുക്കുന്നത് ഈ അമ്മ ആട്ടിൻ രോമം കൊണ്ട് വസ്ത്രം ഉടുപ്പിച്ചു. ആ വസ്ത്രമണിഞ്ഞാണ്, രോമമുള്ള വസ്ത്രമണിഞ്ഞാണ് ആദ്യത്തെ അഭിഷേകം പ്രാപിക്കുന്നത്. കാര്യം പേര്, യേശാവിൻ്റെ പേര് രോമം ഉള്ളവനെന്നാണ്. രണ്ടാമത്തെ യേശാവിൻ്റെ അതേ അർത്ഥമുള്ള മറ്റു പേരാണ് ഏദോം. ഏദോം എന്ന വാക്കിൻ്റെ അർത്ഥം ചുവന്നവനെന്നാണ്. നിങ്ങൾ ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ യേശാവ് ഒരിക്കൽ വയലിൽ നിന്നും കയറി വരുമ്പോൾ അവിടെ യേശാവ് വളരെ വിശന്ന് വയലിൽ നിന്നും കയറി വരുമ്പോൾ അവിടെ യേശാവിൻ്റെ മുമ്പിലിരുന്ന് യാക്കോബ് പായസം കുടിക്കുന്നു. പായസം കുടിക്കുന്നത് യേശാവ് കണ്ടിട്ട് യേശാവ് ചോദിക്കുന്നു, എനിക്ക് നിൻ്റെ പായസം വേണം. ഞാൻ ആ വാക്യം ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ ആ വാക്യങ്ങൾ എടുക്കാമെങ്കിൽ കുറച്ചും കൂടെ അത് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകും. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ ആ വാക്യം കിടപ്പുണ്ട്. 25-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം 29 മുതൽ ഞാൻ വായിക്കാം. ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു. യേശാവ് വെള്ളിം പ്രദേശത്ത് നിന്ന് വന്നു. അവൻ നന്നാ ക്ഷീണിച്ചിരുന്നു. 30-ാമത്തെ വാക്യം, യേശാവ് യാക്കോബിനോട്, ആ ചുവന്ന പായസം കുറേ എനിക്ക് തരയണം. അടുത്ത വാക്ക്, ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അതുകൊണ്ട് അവന് ഏദോം എന്ന് പേരായി. 31-ാമത്തെ വാക്യം, നിന്റെ ജ്യേഷ്ഠാവകാശം എന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു. അതിന് യേശാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു. അതായത് ആള് വിശന്ന് തളർന്ന് മരിക്കാറാകുന്ന സിറ്റുവേഷനിലാണ് യാക്കോബ് പായസം ഉണ്ടാക്കുന്നത്. യാക്കോബിന് എവിടെ അടിച്ചാൽ സാധനം കിട്ടുമെന്നറിയാം. യാക്കോബ് പായസം ഉണ്ടാക്കി. ആ പായസം ചുവന്ന നിറമുള്ള പായസമാണ്. ഈ പായസത്തിൽ യേശാവ് വീഴും. കാര്യം യേശാവിൻ്റെ പേര് ചുവന്നവനെന്നാണ്. ഈ പായസം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യേശാവ് കയറി ചെല്ലുന്നത്. ഉടനെ ഈ പായസം കണ്ടപ്പോൾ യേശാവിനൊരു ആകർഷണം തോന്നി. തൻ്റെ പ്രാണനേക്കാൾ വലുതല്ല ജ്യേഷ്ഠാവകാശം എന്ന തോന്നലിൽ ജ്യേഷ്ഠാവകാശം വിറ്റിട്ട് ആ ചുവന്ന പായസത്തെ വാങ്ങി. പഴയ നിയമത്തിനകത്ത് ഏറ്റവും വലിയ ഒന്നാണ് ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത്. അതാരും അങ്ങനെ വിറ്റ് കളയുന്ന ഒന്നല്ല. പക്ഷെ ചുവന്ന പായസത്തിന് വേണ്ടി തൻ്റെ ജ്യേഷ്ഠാവകാശത്തെ യേശാവ് വിൽക്കുകയാണ്. തൻ്റെ മേൽ കടന്ന ജ്യേഷ്ഠാവകാശത്തെക്കാൾ ആ പായസത്തോട് ആകർഷണം തോന്നാൻ കാര്യം ആ പായസം ചുവന്ന പായസമായതുകൊണ്ടാണ്. കാര്യം അവൻ്റെ പേര് ചുവന്നവൻ. ഇനി യാക്കോബിനെ നിങ്ങൾ നോക്കണം. യാക്കോബ് തിരിച്ച്
ഒരു വടിയായി മാത്രം യാത്ര ചെയ്ത് യാക്കോബ് 2 കൂട്ടമായി തിരിച്ചു വരുമ്പോൾ ഏശാവിനെ പേടിച്ചിട്ട് യാക്കോബ് തൻ്റെ സ്വത്തും തൻ്റെ ഭാര്യമാരെയും തൻ്റെ മൃഗസമ്പത്തുമെല്ലാം ഒരു നദിക്കക്കരെ നിർത്തി നദിക്കിക്കരെ നിന്നിട്ട് ദൈവവുമായി യുദ്ധം നടത്തുന്നു. ദൈവമായിട്ടാണെന്നും ദൂതനായിട്ടാണെന്നും ഒക്കെ പറയുന്നുണ്ട്. യുദ്ധം നടത്തുന്നു. ആ യുദ്ധത്തിൽ യാക്കോബ് തോക്കുമെന്നായപ്പോൾ യാക്കോബ്, ഞാൻ ആ റെഫറൻസും കൂടെ ഒന്ന് എടുത്തു തരാം. ഉൽപ്പത്തി പുസ്തകം  ജ്യേഷ്ഠനെ പേടിച്ച് തൻ്റെ സ്വത്തും തൻ്റെ സമ്പത്തും എല്ലാം ഒരു നദിക്കപ്പുറേ ആക്കിയിട്ട് യാബോക്ക് നദിയുടെ തീരത്ത് യാക്കോബ് ദൈവവുമായി യുദ്ധം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 24-25 വാക്യങ്ങൾ. അപ്പോൾ ഒരു പുരുഷൻ, ഈ ബൈബിള് ഫുള്ള് പഠിച്ചു നോക്കി, പുരുഷൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നിടത്തെല്ലാം അത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ് കൂടുതലും. ഈ കർത്താവായ യേശു കർത്താവ് തൻ്റെ ക്രൂശീകരണ സമയത്ത് പെസഹ ആചരിക്കാനായിട്ട് ശിഷ്യന്മാരെ പറഞ്ഞു വിടുമ്പോൾ വിളിച്ചൊരുക്കിയ മാളികമുറി കാണിച്ചു തരാൻ ഒരു പുരുഷൻ ഒരു കുടം വെള്ളം ചുമന്ന്, സുവിശേഷത്തിൽ ആ വാക്യമുണ്ട്, കുടം ചുമന്ന് പോകുന്ന നിങ്ങൾ ആ പുരുഷനെ അനുഗമിക്കണം. നിങ്ങൾക്ക് ആ പശ്ചാത്തലം അറിയാവുന്നവർക്കറിയാം, ആ കാലഘട്ടങ്ങളിൽ ഈ വെള്ളം കോരാൻ പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് പോകുന്നത്. പുരുഷന്മാർ പൊതുവെ പോകാറുള്ളതല്ല. അതൊരു ദൂതനെയാണ് കാണിക്കുന്നത്. ഞാനത് അടുത്ത ദിവസങ്ങളിൽ ആ സബ്ജക്റ്റ് ഒരു ടോപ്പിക്കായി ഇങ്ങനെ സംസാരിക്കണം. ബൈബിളിൽ പുരുഷന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം അത് ദൂതനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നുള്ള ഒരു ചിന്ത അടുത്ത ദിവസങ്ങളിൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് അങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടായാൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അത് പോസ്റ്റ് ചെയ്യുമ്പോൾ അത് വിശദമായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്വാഗോളം അവനോട് മല്ല് പിടിച്ചു. 25-ാമത്തെ വാക്യം. അവൻ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ്റെ തുടയുടെ തടം തൊട്ടു. അർത്ഥം കാലിൽ പിടിച്ചു. ആര്? യാക്കോബ് ആ പുരുഷൻ്റെ കാലിൽ പിടിച്ചു. അടുത്ത വാക്ക്. ആകയാൽ അവനോട് മല്ലു പിടിക്കയിൽ യാക്കോബിൻ്റെ തുടയുടെ തടമുളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ്സുതിക്കുന്നുവല്ലോ എന്നവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നവൻ പറഞ്ഞു. നിന്റെ പേർ എന്ത് എന്നവൻ അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്നവൻ പറഞ്ഞു. അപ്പോൾ യുദ്ധം നടക്കുമ്പോൾ യാക്കോബ് തോൽക്കുമെന്ന സ്റ്റേജ് വന്നപ്പോൾ യാക്കോബ് പുരുഷൻ്റെ തുടയിൽ പിടിച്ചു, കാലിൽ പിടിച്ചു. ഉടനെ ആ ദൂതൻ തിരിഞ്ഞിട്ട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? ഒരു ദൂതൻ യുദ്ധത്തിൽ തോറ്റുപോകുന്നത് യാക്കോബിൻ്റെ മുമ്പിലാണത്. കാര്യം യാക്കോബ് കാലിൽ പിടിച്ചു. കാര്യം യാക്കോബിൻ്റെ പേര് യാത് അഖൂബ് എന്നായതുകൊണ്ട്, കൈകൊണ്ട് കാല് പിടിച്ചവൻ എന്നായതുകൊണ്ട് യാക്കോബ് പിടിച്ചാൽ ദൂതനായാലും നിന്നേ പറ്റൂ. കാര്യം പേരിന് വലിയ ശക്തിയുണ്ട്. ആ മൊമെൻറ്റിൽ പേര് ചോദിക്കുകയാണ്, എന്താണ് നിൻ്റെ പേര്? എനിക്ക് യുദ്ധത്തിൽ ജയിക്കാൻ പറ്റുന്നില്ല, എനിക്ക് നിന്നെ വിട്ട് പോകാൻ പറ്റുന്നില്ല, എന്താണ് നിൻ്റെ പേര്? ഉടനെ പറയുന്നു, എൻ്റെ പേര് യാക്കോബ് എന്നാണ്. ഉടനെ യാക്കോബിൻ്റെ പേര് മാറ്റി ഇസ്രായേൽ എന്നാക്കി. ഞാൻ പറഞ്ഞു വരുന്നത് പേരുകൾക്ക് വലിയ അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് യേശു കർത്താവ് ജനിക്കുന്ന സമയത്ത് മേരിയോട് പറയുന്നു, ലോകത്തിൻ്റെ രക്ഷിതാവാണ്, അതുകൊണ്ട് നിങ്ങളുടെ സൗകര്യത്തിന് ഇഷ്ടത്തിനൊരു പേരിടരുത്. ജനിക്കുന്ന കുഞ്ഞിനുള്ള പേരടക്കം ദൈവം മേരിയോടും ജോസഫിനോടും പറയുന്നുണ്ട്.
ഈ വീഡിയോ കാണുന്ന എല്ലാ ദൈവമക്കളും ഈ വചനം ഇറങ്ങി നിങ്ങളുടെ പേരുകളുടെ മീതെ വ്യാപരിക്കുന്ന എല്ലാ കറകളും യേശുവിൻ്റെ നാമം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതിന് മീതെ ദൈവത്തിൻ്റെ കഴുകലുണ്ടാകട്ടെ. പേരുകളെ ബാധിക്കുന്ന എല്ലാ നെഗറ്റീവ് ഷെയ്ഡുകളും കർത്താവേ, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് കഴുകൽ പ്രാപിക്കട്ടെ. നിങ്ങളുടെ പേരിനെ ബാധിച്ച എല്ലാ നെഗറ്റീവ് ഇമേജുകളും യേശുവിൻ്റെ നാമത്തിൽ ഞാനിതിനെ കഴുകിക്കളയുകയാണ്. പേരുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ ഐഡൻറ്റിറ്റി നിശ്ചയിക്കുന്നത് നിങ്ങളുടെ പേരുകളാണ്. ഏതൊക്കെയോ പേരുകളുടെ പുറത്ത് കറകൾ വീണതുപോലെ നിങ്ങളുടെ പേര് 4 ആളുകളുടെ മുമ്പിൽ നിങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ട ഇമേജ് നഷ്ടപ്പെട്ടവരെന്നെ കേൾക്കുന്നെങ്കിൽ, നിങ്ങളുടെ പേര് ദേശം കാണുക, പട്ടണം കാണുക, രാജ്യം കാണുക, അതിനെ കീർത്തിയിലെത്തിക്കുന്ന, അതിനെ മാനിക്കുന്ന ഒരു സീസൺ കർത്താവ് തുറക്കാൻ പോകുകയാണ്. ഇരിക്കുന്ന സ്ഥലത്തൊന്ന് പ്രാർത്ഥിച്ച് ദൂതനൊന്ന് സ്വീകരിക്കാൻ പറ്റുന്നവർ ഒന്ന് പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ പേരിനെ എൻ്റെ ദൈവം വലുതാക്കാൻ പോകുകയാണ്. അവൻ നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ പേരിനെ വലുതാക്കും, പേരിനെ മാനിക്കും, പേരിനെ സക്സസ് ഉള്ളതാക്കി മാറ്റും. പേരിനെ ബാധിച്ച ചില കുടുംബ പേരിനകത്ത് ജനിച്ച കാരണത്താൽ ഇത് ഞാൻ പറയാൻ വന്നതൊന്നുമല്ല. എന്തോ ഒരു കർത്താവ് ഈ പ്രസന്റ് ടൈമിൽ ഇത് പറയാൻ എൻ്റെ അടുത്ത് എന്തോ ഒരു നിർബന്ധം തരുന്നു. കുടുംബ പേരിൽ ഇന്ന കുടുംബത്തിനകത്ത് ജനിച്ച കാരണത്താൽ, ഇന്ന വീട്ടിൽ ജനിച്ച കാരണത്താൽ, ഇന്ന ഫാമിലി നെയിമിനകത്ത് ജനിച്ച കാരണത്താൽ നിന്നെ ബാധിച്ച എല്ലാ നെഗറ്റീവ് കറകളും ഇതോ ഇപ്പോൾ പറയുമ്പോൾ തന്നെ കർത്താവ് അതിനെ തിരിക്കുകയാണ്. ഒരു പ്രവചനം പോലെ കൈമാറുന്നു. തിരിയും, നിന്റെ പേര് തിരിയും. ഇപ്പോൾ ഒരു അപമാനമെന്ന് തോന്നുന്നത് അനുഗ്രഹമായി മാറും. അങ്ങനെ തന്നെ ഞാൻ പ്രവചിക്കുന്നു. അപമാനമായി തോന്നുന്നത് എൻ്റെ ദൈവം അനുഗ്രഹമാക്കി മാറ്റാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് തൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ പത്രോസിനെ തിരഞ്ഞെടുക്കുമ്പോൾ പത്രോസിൻ്റെ പേര് ശിമോൻ എന്നുള്ളതാണ്. ശിമോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഉലയുന്നവൻ, ഉറപ്പില്ലാത്തവൻ എന്നൊക്കെയാണ്. ഇതേ ശിമോനെ വിളിച്ചിട്ട് പറഞ്ഞു, ശിമോനെ, നീ പത്രോസാകുന്നു. അടുത്ത വാക്ക്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ശിമോന്റെ പുറത്തല്ല ദൈവസഭ പണിയുന്നത്. ശിമോൻ ഉലയുന്ന പടകിന് സമനാണ്. ദൈവസഭ നിൽക്കുന്നത് ഉലയുന്ന പടകിലല്ല, ഉറച്ച പാറമേലാണ്. ശിമോന്റെ പേര് മാറ്റി, പേര് പത്രോസ് എന്നാക്കി. ശിമോൻ യേശുവിനെ തള്ളിപ്പറഞ്ഞതും, ശിമോൻ യേശുവിനെ കുറ്റം പറഞ്ഞതും പിന്മാറിപ്പോയതുമെല്ലാം ശിമോൻ എന്ന വാക്കിൻ്റെ പ്രത്യേകതയാണ്. ഉറപ്പില്ലാത്തവൻ. ഒരു സ്ത്രീ ചോദിച്ചപ്പോൾ ഉറപ്പില്ലാത്തത് കൊണ്ടാണ് 3 വട്ടം തള്ളിപ്പറഞ്ഞ്. യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രവചനം പല ആവർത്തി പറഞ്ഞിട്ടും അതിലുറയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ശിമോൻ പിന്തിരിഞ്ഞു പോയത്. പക്ഷെ പത്രോസ് എന്ന പേരിൻ്റെ സ്വഭാവം വെളിപ്പെട്ടൊരു സ്ഥലമുണ്ട്. അത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം. ആ 120 പേരുടെ മധ്യയിൽ ഉറച്ചു നിൽക്കുന്നവനായി പത്രോസ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഒറ്റ പ്രസംഗത്തിൽ 3000 പേര്, ഒരു വലിയ റിവൈവൽ ഉണ്ടാകുകയാണ്. 3 മിനിറ്റ് 3000 ക്രൗഡ്. എങ്ങനെ? പത്രോസ് എന്ന പേരിൻ്റെ ക്യാരക്ടർ റിവീലായി. ഞാൻ ആരോടോ പ്രവചിക്കുന്നു, നിൻ്റെ വാഗ്ദത്തത്തിൻ്റെ ക്യാരക്ടർ നിൻ്റെ ലൈഫിൽ റിവീലാകാൻ പോകുകയാണ്. നിൻ്റെ കുടുംബം നിനക്കിട്ട് തന്ന പേര്, നിൻ്റെ ദേശം നിനക്കിട്ട് തന്ന പേര്, നിൻ്റെ സഹോദരങ്ങൾ നിനക്കിട്ട് തന്ന പേര്, അത് നിന്നെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുമെങ്കിൽ
കർത്താവായ യേശു നിനക്കിട്ട് തന്ന പേര്, നിന്നെ 120 പേരുടെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഉറച്ചവനാക്കി മാറ്റും പത്രോസേ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൽ അതേപോലത്തെ ബ്ലെസ്സിങ് ഉണ്ടാകാൻ പോകുകയാണ്. 3.5 വർഷത്തെ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു. 33.5 വയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ചു. 3.5 വർഷം അതിശക്തമായ ശുശ്രൂഷ. 3.5 വർഷത്തെ ശുശ്രൂഷയുടെ ഒടുവിൽ കർത്താവിനെ അതിമൃഗീയമായി കൊന്ന് ക്രൂശിച്ചു. 2 കള്ളന്മാർക്കിടയിൽ കൈകൾ വിരിച്ച് കർത്താവായ യേശു കർത്താവ് പ്രാണനെ പിതാവിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. 3 ദിവസം കല്ലറയിൽ, പാതാളത്തിൽ ശുശ്രൂഷ, അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയ യേശു കർത്താവ് ഈ 33.5 വയസ്സിലെ ജീവിതത്തിൽ നിന്നും ദൈവസഭയ്ക്ക് ഒരു നാമം തന്നിട്ടാണ് പോയത്. ആ നാമം യേശു എന്ന നാമമാണ്. നിങ്ങളുടെ പേരെന്തുമായിക്കൊള്ളട്ടെ, എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ നെറ്റിമേൽ യേശു എന്ന നാമം എൻ്റെ കർത്താവ് എഴുതി ചേർക്കുകയാണ്. ആ നാമം നെറ്റിമേൽ എഴുതി ചേർത്താലുള്ള പ്രത്യേകത, ഈ ഭൂമിയിലെ സകല നാമങ്ങളുടെയും മുട്ടുമടങ്ങുന്ന നാമം അത് യേശുവിൻ്റെ നാമമാണ്. എല്ലാ നാമങ്ങളും മുട്ടുമടങ്ങുന്ന നാമം. നിൻ്റെ വാഗ്ദത്തങ്ങളെ ഞെരുക്കുന്ന നിൻ്റെ കുടുംബത്തിൻ്റെ പേര്, നിൻ്റെ നിയോഗങ്ങളെ ചെറുതാക്കി കളയുന്ന നിൻ്റെ സുഹൃത്തുക്കളിട്ട് തന്ന പേര്, എന്നാൽ ഇന്ന് വചനത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. യേശു എന്ന പേര് നിങ്ങളുടെ നെറ്റിമേൽ പരിശുദ്ധാത്മാവ് എഴുതി ചേർക്കട്ടെ. ആ പേരിനകത്ത് സകല സ്വർഗീയ ഭൗതിക നന്മകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ, ആ നാമത്തിൻ്റെ മുമ്പിൽ സകല നാമങ്ങളും മുട്ടുമടക്കുമെങ്കിൽ, ഇപ്പോൾ ആ നാമത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് വീഴുകയാണ്. ആയിരിക്കുന്ന സ്ഥലത്ത് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, നിങ്ങളുടെ പേരിനെ എവിടെ നിന്ന് കഴുകണമേ. കുറച്ചും കൂടെ എനിക്കിത് വിശദീകരിച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു വീഡിയോയിൽ ഇതേ ടോപ്പിക്ക് തന്നെ ഒന്നും കൂടെ വിശദീകരിച്ച് മറ്റൊരുപാട് എവിഡൻസുകൾ എടുത്ത് നമ്മൾ സംസാരിക്കും. ഞാനിപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഈ വീഡിയോ ഇപ്പോൾ ലൈവിലൂടെ തന്നെ കാണുന്ന ആളുകളും ഇതിനുശേഷം പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് കാണുന്നവരും, നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് വലതുകരമൊന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ട് നിങ്ങളുടെ പേരിനെ എവിടെയെങ്കിലും ഒരു നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. എന്നതൊക്കെ ഞാനൊരു കാര്യം കൂടെ ഇത് ഇങ്ങനെ പറയാൻ വന്നതുകൊണ്ട്, പേരിനെ സൂക്ഷിക്കണം. ഒന്ന്, പേര് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ്. നിങ്ങളുടെ പേരിനെ നഷ്ടമാക്കുന്ന ഒരു ബന്ധങ്ങളും ഉണ്ടാകരുത്. പേരിനെ കളങ്കപ്പെടുത്തുന്നത്, പേരിൽ കറപറ്റുന്നത്, പേരിൽ കറപറ്റുന്ന ഒരു ജീവിതശൈലിയും ഉണ്ടാകരുത്. പേരിനെ സൂക്ഷിക്കണം. എന്തോ കർത്താവ് അങ്ങനെ തന്നെ ചില പേരിനെ ബാധിച്ച കറകൾ കർത്താവ് ഇപ്പോൾ കഴുകിക്കളയാൻ പോകുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ വളരെ യാദൃശ്ചികമായി കേട്ടതല്ല, ഇത് ദൈവം നിങ്ങളെ കേൾപ്പിച്ചതാണ്. ഈ വചനം നിങ്ങളുടെ പേരിനെ ബാധിച്ച കറകളെ കർത്താവ് ഇന്ന് രാത്രി കഴുകിക്കളയാൻ പോകുകയാണ്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച് ആ വലതുകരമൊന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച്, പിതാവേ, എൻ്റെ പേരിനെ ബാധിച്ച എല്ലാ കറകളും ഒന്ന് കഴുകിക്കളയണമേ. എൻ്റെ പേരിൻ്റെ വലിപ്പക്കുറവ് കൊണ്ട് പ്രാപിക്കാൻ പറ്റാതെ പോയ എല്ലാ വാഗ്ദത്തങ്ങളും ഇപ്പോൾ ഈ വചനം ഇറങ്ങിയ പേരിനെ അവിടെ നിന്ന് വലുതാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അബ്രാമിന് അബ്രഹാമാക്കിയതുപോലെ, രാജകുമാരിയെ ബഹുജാതികളുടെ മാതാവാകുന്ന രാജകുമാരി എന്നർത്ഥമുള്ള സാറായി ആയി മാറ്റിയതുപോലെ, പിതാവേ, ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, പേരിന് വലിപ്പമുണ്ടാകട്ടെ. എല്ലാ നാമങ്ങൾക്കും മേലായ നാമം അബ്രഹാം, സാറായി, ഐസക്, ഹാനോക്ക്, ഏലിയാവ്, ബൈബിളിലെ എല്ലാ നാമങ്ങൾക്കും മേലായ മോസ്റ്റ് പവർഫുൾ നെയിം ഈ മണ്ണിന് മുകളിലുണ്ടെങ്കിൽ അതിൻ്റെ യേശുവിൻ്റെ നാമമാണ്.
കർത്താവ് ഞങ്ങളുടെ നെറ്റിമേൽ എഴുതി ചേർത്തത് ആ നാമമാണല്ലോ. ആ നാമത്തിനകത്തുള്ളത് മുഴുവൻ ഞങ്ങളിലേക്ക് അവിടുന്ന് ഒഴുകിയിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ വചനം കേൾക്കുന്ന ജനത്തിൻ്റെ മേതയെ ഈ വചനത്തിൻ്റെ ഈ മർമ്മത്തിൻ്റെ പൂർണ്ണ ശക്തി ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ വചനം പറഞ്ഞ് ഈ ജനത്തെ ഞാൻ അവിടെ നിന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമായി മാറട്ടെ. നാമത്തിൻ്റെ ശക്തി അവിടെ നിന്ന് വെളിപ്പെടട്ടെ. കർത്താവേ, ആരെങ്കിലും കൺസീവ് ആയിട്ടുള്ളവർ, ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് ഈ വചനം ഒരു പുതിയ ഇൻസൈറ്റ് ഓപ്പൺ ആകട്ടെ. കർത്താവേ, ദൈവം അനുവദിക്കുന്ന പേരുകൾ അവരുടെ ജനറേഷൻ ഇടാൻ, പ്രൊഫറ്റിക്കൽ നെയിം ഇടാൻ കർത്താവ് അവരെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളെയും, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. വലിയ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, പേരുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. നിങ്ങൾ ഉടനെ പോയി ഗസറ്റഡിൽ പോയി പേര് മാറ്റണം എന്നുള്ളതല്ല. ഇപ്പോൾ നമ്മുടെ നെറ്റിമേൽ യേശു എന്ന നാമമുണ്ട്. പ്രൊഫറ്റിക്കലി നിങ്ങൾക്ക് നിങ്ങളെ നോക്കി ഒരു പ്രൊഫറ്റിക്കൽ നെയിം വിളിക്കണമെങ്കിൽ അത് വിളിക്കുക, ആ പേര് കൺഫസ് ചെയ്യുക, അത് നിങ്ങളിൽ മാനിഫെസ്റ്റഡ് ആകും. വീട്ടിൽ കൺസീവായിട്ടുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഒരു കുഞ്ഞിൻ്റെ ജനനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, വളരെ പെട്ടെന്ന് വളരെ അടുത്ത കാലത്ത് മാരേജ് ആയിട്ടുള്ള കുടുംബങ്ങൾ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് ചില പേരുകൾ എഴുതിത്തരും. അവൻ പേര് നൽകുന്ന ദൈവമാണ്. ചില പേരുകളെ സ്വപ്നത്തിലൂടെ കൈമാറും, ചില പേരുകളെ ദർശനത്തിലൂടെ കാണിക്കും. അങ്ങനത്തെ പ്രൊഫറ്റിക്കൽ നെയിമുകളിടാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു ദൈവവചനത്തിലെ മർമ്മങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റ് നിങ്ങളുടെ ബന്ധുക്കൾക്കും സ്റ്റാറ്റസിലൂടെയുമൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്കത് അനുഗ്രഹമായെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കുറച്ച് നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മറ്റൊരു ശുശ്രൂഷയുമായി, വീഡിയോയുമായി, മെസ്സേജുമായി നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.